മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. കാതോലിക്ക ദിനം ആചരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ സ്വയം ഭരണാധികാരമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സിനഡൽ സഭയായി ഉയർത്തപ്പെട്ടതിന്റെ 21ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഫെബ്രുവരി 1 സഭ കാതോലിക്ക ദിനമായി ആചരിച്ചു. CBCI സമ്മേളനത്തിന് തുടക്കമായി. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം ബംഗളൂരു സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹാളിൽ വെച്ച് തുടക്കമായി. ഇന്ത്യയുടെ അപ്പോസ്തോലിക് ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി ഉദ്ഘാടനം ചെയ്തു. ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര റീത്തുകളിലെ 174 രൂപതകളിൽ നിന്നുള്ള 210 മെത്രാൻമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഫെബ്രുവരി 10 സമ്മേളനം അവസാനിക്കുന്നത്. സർക്കാർ വാക്കുപാലിക്കണമെന്ന് അത്യഭിമന്യ കാതോലിക്ക ബാവ. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് NSS മാനേജ്മെന്റിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കാൻ സർക്കാർ തയ്യാറാകാത്തത് കടുത്ത അനീതിയാണെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ ജനുവരി 31 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച എയ്ഡഡ് സ്കൂൾസ് അധ്യാപക മാനേജ്മെന്റ് സംയുക്ത സമരസമിതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അത്യഭിമന്യ കാതോലിക്ക ബാവ. ഭിന്നശേഷി സംവരണത്തിനായി നിശ്ചിത സീറ്റുകൾ മാറ്റിവെച്ച് സത്യവാങ്മൂലം നൽകിയാൽ മറ്റു ഒഴിവുകളിൽ നിയമന അംഗീകാരം നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഒരു വിഭാഗത്തിന് മാത്രം നടപ്പിലാക്കുകയും മറ്റുള്ളവർക്കായി വൈകിപ്പിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ലെന്ന് അത്യഭിമന്യ കാതോലിക്ക ബാവ ഓർമ്മിപ്പിച്ചു. ഓരോ മാനേജ്മെന്റും പ്രത്യേകം കോടതിയിൽ പോയി വിധി വാങ്ങിയാലേ നിയമനം അംഗീകരിക്കൂ എന്ന സർക്കാരിന്റെ പിടിവാശി അധ്യാപകരെ ദ്രോഹിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പോലീത്ത സന്നിഹിതനായിരുന്നു. അവേക്ക് പ്രൈസ് പാർട്ടി നടത്തപ്പെട്ടു. പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവസ്നേഹം അനുഭവിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 1 തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവേക്ക് പ്രൈസ് പാർട്ടി നടത്തപ്പെട്ടു. മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ഫാദർ ബിനോജ് മുളവരിക്കലിന്റെ ഹൃദയസ്പർശിയായ ഗാനങ്ങളും ഫാദർ ഡാനിയൽ പൂവണത്തിലിന്റെ വചന സന്ദേശവും നടത്തപ്പെട്ടു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. MCYM ഗ്ലോബൽ അസംബ്ലി 2026. MCYMന്റെ വാർഷിക സെനറ്റ് സമ്മേളനമായ ഗ്ലോബൽ അസംബ്ലി 2026 പാറശാല ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ ജനുവരി 31, ഫെബ്രുവരി 1 എന്നീ തീയതികളിൽ വിഴിഞ്ഞം സ്പാർക്കിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ മെർലിൻ മരിയ DM MCYM പതാക ഉയർത്തി സെനറ്റിന് തുടക്കം കുറിച്ചു. സഭാതല പ്രസിഡന്റ് ശ്രീ മോനു ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനം കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. സഭാതല ഡയറക്ടർ ഫാദർ ഡോക്ടർ പ്രഭീഷ് ജോർജ് ആമുഖ സന്ദേശം നൽകി. സഭാതല ജനറൽ സെക്രട്ടറി ശ്രീ ലിനു ഡാനിയൽ സ്വാഗതവും പാറശാല ഭദ്രാസന ഡയറക്ടർ ഫാദർ ജെറം കുന്നിൻപുറത്ത്, ഭദ്രാസന പ്രസിഡന്റ് ഡോക്ടർ അഗസ്റ്റിൻ ജോൺ എന്നിവർ ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു. സഭാതല വൈസ് പ്രസിഡന്റുമാരായ കുമാരി അക്സ രാജൻ, ശ്രീ ക്രിസ്റ്റി വർഗീസ്, ശ്രീ സിറിൽ തോമസ് എന്നിവർ അധ്യക്ഷരായിരുന്ന റിപ്പോർട്ടിംഗ് സെഷനിൽ സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലെയും യുവജന പ്രവർത്തനങ്ങളുടെ 2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് 2026 വർഷത്തെ പഠനത്തെയും യുവജനങ്ങളെ രക്ഷയുടെ ഉറവയിൽ നിന്ന് കുടിക്കുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സഭാതല ഡയറക്ടർ ഫാദർ പ്രഭീഷ് ജോർജ് ക്ലാസ് നയിച്ചു. ഫെബ്രുവരി 1 തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയോടെ 2ാം ദിനം ആരംഭിച്ചു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പോലീത്ത സമാപന സന്ദേശം നൽകി. സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 150ഓളം യുവജന നേതാക്കന്മാർ ഗ്ലോബൽ മീറ്റിൽ സംബന്ധിച്ചു. നവതിയുടെ നിറവിൽ കിഴവള്ളൂർ ദേവാലയം. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ പത്തനംതിട്ട ഭദ്രാസനത്തിലെ കിഴവള്ളൂർ ദേവാലയത്തിന്റെ നവതി ആഘോഷം ഫെബ്രുവരി 7 മുതൽ 11 വരെ നടത്തപ്പെടുന്നു. മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും അഭിമന്യ പിതാക്കന്മാരും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പോങ്ങുമൂട് സെയിന്റ് മേരീസ് പ്രൊവിൻസിലെ
സിസ്റ്റർ കനീഷ്യസ് DM ഫെബ്രുവരി 4 നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഫെബ്രുവരി 5 അഭിമന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പോങ്ങുമൂട് പ്രൊവിൻസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.